ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 34 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഒരു സുഹൃത്ത് ഈ ദിവസങ്ങൾ കുറിച്ച ഒരു വാചകം ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. ലോകത്ത് ഏറ്റവും ഭാരമുള്ളതും ഒരു സ്കാനിങ്ങിലും കാണുവാൻ കഴിയാത്ത മുറിവുകളും പോറലുകളും ചതവുകളും ഒക്കെ ഉള്ള നമ്മുടെ ഹൃദയമാണ്. ഒരുപക്ഷെ അത് എത്ര സത്യമെന്ന് നമുക്ക് തോന്നിപ്പോകാം. മറ്റുള്ളവർ മുമ്പിൽ ചിരിക്കുമ്പോഴും നാം സന്തോഷന്മാരാണെന്ന് അഭിനയിക്കുമ്പോഴും പലപ്പോഴും പലരും തകർന്ന ഹൃദയമുള്ളവരാണ്. പലപ്പോഴും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളൊന്നും മറ്റുള്ളവരോട് നമുക്ക് ഷെയർ ചെയ്യുവാൻ സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്നു, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. പലപ്പോഴും ഏകാന്ത വേളകളിൽ ധാരാളം കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടാകാം. ദൈവം ആ കണ്ണുനീർ തുള്ളികൾ ഒഴുകിപ്പോകുവാൻ അനുവദിക്കുകയില്ല. നിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും അത് തുരുത്തിയിലാക്കി അതിൻ്റെ സമയമാകുമ്പോൾ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ മനം തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. ഹൃദയത്തിൻ്റെ തകർച്ചകളെ മാറ്റി സൗഖ്യം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പലപ്പോഴും പലരുടെയും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നമ്മുടെ ഹൃദയത്തെ തകർക്കുമ്പോഴും നിന്ദയും പരിഹാസവും ഒറ്റപ്പെടലും ഒക്കെ നമുക്കെതിരെ കടന്നു വരുമ്പോഴും നമുക്ക് ആശ്വസിപ്പാൻ യേശുവാണ് നമ്മുടെ സങ്കേതം. കർത്താവ് നമ്മെ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഹന്നായുടെ സങ്കടവും അവളുടെ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സും ഹൃദയവും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൾ ദൈവത്തെ ആരാധിക്കുവാൻ ആലയത്തിലേക്ക് പോകുമ്പോഴാണ് പിന്നിനെ പലപ്പോഴും അവളെ ദുഃഖിപ്പിക്കുന്നത്. അവിടെ നാം കാണുന്നത് ആണ്ടുതോറും എപ്പോഴൊക്കെ അവൾ ആലയത്തിൽ പോകുവാൻ തുടങ്ങുന്നുവോ അപ്പോൾ ശത്രു അവളെ മുഷിപ്പിക്കാൻ തുടങ്ങും. അത് ശത്രുവിൻ്റെ ഒരു തന്ത്രമെന്ന് നാം മനസ്സിലാക്കണം. അതുമൂലം ആരാധിക്കുവാൻ അവൾക്ക് കഴിയുന്നില്ല. ദൈവിക സന്തോഷം അനുഭവിപ്പാൻ അവൾക്ക് കഴിയുന്നില്ല. അവൾ കരയുവാനും പട്ടിണി കിടക്കുവാനും തുടങ്ങി. എന്നാൽ അങ്ങനെ തുടരുവാൻ അവൾ ആഗ്രഹിച്ചില്ല. അവൾ തകർന്ന ഹൃദയവും മുറിവേറ്റ മനസ്സുമായി യഹോവയുടെ സന്നിധിയിൽ തൻ്റെ സങ്കടം പകർന്നു. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ, ഹന്ന ദൈവസന്നിധിയിൽ നേർച്ച നേർന്നു. യഹോവ അവളുടെ സങ്കടം കണ്ടു, അവളുടെ പ്രാർത്ഥന കേട്ടു. ഏലി പുരോഹിതൻ അവളെ നിന്ദിക്കുവാൻ തുടങ്ങി. എന്നാൽ ഹന്ന വിതുമ്പുന്ന ഹൃദയത്തോടെ തകർന്ന മനസ്സോടെ തൻ്റെ ഭാരങ്ങൾ യഹോവയുടെ സന്നിധിയിൽ ഇറക്കി വെച്ചു. അവിടെ നാം വായിക്കുന്നത്, പിന്നെ അവളുടെ ഹൃദയം വേദനിച്ചില്ല. സമാധാനത്തോടെ തൻ്റെ ഭവനത്തിലേക്ക് അവൾ മടങ്ങി. എന്താണോ അവൾ ഹൃദയ തകർച്ചയോടെ ദൈവത്തോട് പറഞ്ഞത്, യഹോവ അവളെ കടാക്ഷിച്ചു. അതിനുശേഷം അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. 2-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. പ്രിയരെ, ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് വരാം. നിരാശപ്പെടരുത്. നിന്നെ താങ്ങുന്ന, കരം പിടിച്ചു നടത്തുന്ന, നിന്റെ മുറിവുകളെ കെട്ടുന്ന, തകർച്ചകളെ പണിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കാം. ഹൃദയം ദൈവസന്നിധിയിൽ പകരാം. ഒരു പടി കൂടി ദൈവത്തോട് അടുത്തു ചെല്ലാം. നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇത് വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ സഹായിക്കും. ഗോഡ് ബ്ലസ് യു.